ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. വർഷയ്ക്കാണെങ്കിൽ പനിയായിട്ട് വയ്യാതെ കിടക്കുമ്പോഴേക്കും ശ്രീകാന്തിനോട് ജോലിക്ക് പോകേണ്ട, അടുത്തിരിക്കാൻ പറയുക. ശ്രീകാന്തിന് അത്യാവശ്യമായിട്ട് ചില ജോലികളൊക്കെ തീർക്കാനുണ്ട്, അത് പ്രിയോട് പറഞ്ഞ് തീർക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ അത് നമ്മുടെ വർഷയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വർഷ പറയാൻ, അതെന്താ നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? നീ കാണുന്നില്ലേ സച്ചിയേട്ടൻ രേവതി ചേച്ചിക്ക് വയ്യാതിരുന്നപ്പോൾ ലീവ് എടുത്ത് അടുത്തിരുന്ന് ചികിത്സിച്ചതെന്നൊക്കെ ചോദിക്കുക. നീ പോവുകയാണെങ്കിൽ ഞാനും ഇപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറയാണ്. അങ്ങനെ കെട്ടുപാണ്ടൊക്കെ എടുത്ത് നമ്മുടെ വർഷ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെടുക. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ എരിവ് കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രേവതി പരിഹരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം വീണ്ടും ഡിവോഴ്സിനായിട്ട് പോവാണ് നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പിണങ്ങിയിട്ട്. അപ്പോഴേക്കും സച്ചിൻ രേവതി അതിന് വേണ്ട പോലെ ഇടപെട്ട് അതിൽ നിന്നും നമ്മുടെ വർഷയെ വീണ്ടും പിന്തിരിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വർഷ കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇറങ്ങുക. ശ്രീകാന്ത് എന്തായാലും എൻ്റെ അടുത്തിരുന്നില്ല, എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം അവനുണ്ട്. എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ അവനൊരു ദിവസം ലീവ് എടുത്ത് അടുത്തിരുന്നാൽ എന്താ? സജ്ജിയേട്ടൻ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, ഓഹോ ശ്രീകാന്ത് അവൻ അടുത്തിരിക്കാത്തത് കൊണ്ടാണോ നീ ഇപ്പം ഇതൊക്കെ എടുത്തിട്ട് കെട്ടും പാണ്ടം എടുത്ത് ഇവിടുന്ന് പോകുന്നത്? നീ കൊള്ളാവല്ലോ, നിന്നെ നോക്കാൻ എപ്പോഴും അവനിവിടെ ഇരുന്നേച്ചാൽ മതിയോ? നിന്നെ നോക്കാൻ ഇവിടെ വേറെ എത്ര പേരുണ്ട്? പിന്നെ ഇങ്ങനെയൊന്നും പെണ്ണുങ്ങൾ വാശി പിടിക്കാൻ പാടില്ല കേട്ടോ. അവന് ജോലിയുള്ളതല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ തന്നെ വർഷ പറയുക, അതെ അവന് ജോലിയുള്ളതാണേലും എൻ്റെ കാര്യം വരുമ്പോൾ അവനൊരു ദിവസം അവധി എടുക്കണം. എനിക്ക് വയ്യാതെ വരുമ്പോൾ അവനല്ലേ എൻ്റെ അടുത്തിരിക്കേണ്ടത്, അല്ലാതെ അമ്മയാണോ? അമ്മയ്ക്ക് വയ്യാതെ വരുമ്പം അച്ഛനല്ലേ അടുത്തിരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ നല്ല ദേഷ്യം വരാം ചന്ദ്രയ്ക്ക്. എന്നിട്ട് ബാഗും ഒക്കെ എടുത്ത് ഇറങ്ങുകയാണ് നമ്മുടെ വർഷ. ചന്ദ്രയാണെ വിളിച്ച് ശ്രീകാന്തിനോട് പറയാം, എടാ കണ്ടില്ലേ നിൻ്റെ ഭാര്യ, അവൾ ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് പറയാണ്. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്, അതിന് അവൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ, വയ്യാതെ കിടക്കുമായിരുന്നു, പിന്നെ അമ്മയായിട്ട് എന്ത് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുക. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടല്ലടാ, അവളെ നീ അടുത്തിരിക്കാത്തത് കൊണ്ടാണ് പോയത്. എപ്പോഴും നിനക്ക് അവളുടെ അടുത്തിരിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ വല്ല പശയും വെച്ചങ്ങ് ഒട്ടിച്ച് വയ്ക്ക്. അവളുടെ അടുത്ത് തന്നെ ചേടാ പെൺകോന്തനായിട്ട് ഇരിക്കരുത്. അവൾ പറയുന്നത് നീ കേൾക്കാനേ പോകരുത്. അവളുടെ തന്നിഷ്ടത്തിന് വാശിക്ക് ഇറങ്ങി പോകുന്ന അവളെ വിളിച്ചുകൊണ്ട് വരാനേ നീ പോകരുത് എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സച്ചിയും രേവതിയും കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ രേവതി സച്ചിയോട് പറയാം, കണ്ടോ അമ്മ ആ പ്രശ്നം എങ്ങനെയെങ്കിലുമൊക്കെ വഷളാക്കാനാണ് നോക്കുന്നത്. വർഷയെ തിരിച്ചു വിളിക്കാനല്ല, ശ്രീകാന്തിനെ എരിവ് കയറ്റി കൊടുത്ത് ഈ ബന്ധം വേർപെടുത്താനാണ് അമ്മ ശ്രമിക്കുന്നതെന്ന് പറയുക. അപ്പോൾ സച്ചിൻ പറയുക, അത് പിന്നെ അമ്മ അങ്ങനെയല്ലേ ശ്രമിക്കുകയുള്ളൂ, അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷേ ഇപ്പം ഇങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് ശ്രീകാന്തിനെ നമ്മുടെ രേവതി തന്നെ വിളിക്കുകയാണ് കേട്ടോ. വർഷയുടെ മുമ്പിൽ വെച്ച് ഇറങ്ങിപ്പോവുക വർഷയെ പറഞ്ഞു വിടാതെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്നിട്ട് വിളിക്കുക. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക, ശ്രീകാന്തെ നീ എന്ത് പണിയാണ് കാണിച്ചത്? വർഷ വയ്യാതെ കിടക്കുവാന്ന് നിനക്കറിയായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നിനക്കിന്ന് ലീവ് എടുത്ത് ഇവിടെ ഇരുന്ന് വർഷയുടെ കാര്യങ്ങൾ നോക്കിക്കൂടായിരുന്നോ? അല്ലാതെ അമ്മ പറയുന്ന കേട്ട് ഇങ്ങനെ തുള്ളാനൊന്നും നീ നിൽക്കല്ലേ. വർഷയ്ക്ക് പിന്നെ വേറെ ആരാ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ? നീ കണ്ടില്ലേ സച്ചിയേട്ടൻ്റെ കാര്യം? എനിക്ക് വയ്യാതിരുന്നപ്പോഴും എൻ്റെ കാലൊടിഞ്ഞപ്പോഴും അതുപോലൊക്കെ തല പൊട്ടിയപ്പോഴും ഒക്കെ സച്ചിയേട്ടനല്ലേ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പോൾ ഓട്ടത്തിനായിട്ട് സച്ചിയേട്ടൻ പോയിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നീയും അതുപോലൊക്കെ തന്നെ വർഷയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതാ. അവൾ പറഞ്ഞത് നേരാ, അല്ലാതെ ഇങ്ങനൊരവസ്ഥയിൽ പോലും അവളുടെ അടുത്ത് ഇരിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയുക. അങ്ങനെയൊക്കെ രേവതി പറയുമ്പം നമ്മുടെ ശ്രീകാന്തിന് തോന്നുക, ശരിയാ രേവതി ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് തിരിച്ചു വരികയാണ്. വരുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ചോദിക്കുക, നീ തിരിച്ചു വന്നോടാ പെങ്കോന്ത. അവൾ ഒന്ന് കരഞ്ഞു വിളിച്ച് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഓടിക്കിടച്ച് വന്നു. പിന്നെ എങ്ങനെയാണ് ഇവളുമാർക്കൊക്കെ അഹങ്കാരം ഇല്ലാതിരിക്കുന്നത്? അതെങ്ങനെയാ? ദേ ഈ പൂ കെട്ടുന്നവളുമായിട്ടല്ലേ നിങ്ങളുടെ സഹവാസം? എൻ്റെ മൂത്ത മോൻ ശ്രുതിയും കണ്ടുപഠിക്ക്. അവരോട് കൂട്ടുകൂടാൻ പറഞ്ഞാൽ നിങ്ങൾക്കതൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ദേ ഇവനും ഇവളും അല്ലേ വേണ്ടപ്പെട്ടവർ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവൾ അഹങ്കാരിയായില്ലെങ്കിലേ പറയാനുള്ളൂ എന്ന് പറയാം.
അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വന്ന് കാണുമ്പോൾ വർഷയ്ക്ക് സന്തോഷമാവും. വർഷ പറയാ, ശ്രീകാന്ത് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിടാ, അതുകൊണ്ടാടാ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്, വീട്ടിലേക്ക് തിരിച്ചു പോയേക്കാന്ന്. അപ്പോൾ ശ്രീകാന്ത് പറയാം, എൻ്റെ വർഷേ എനിക്ക് തിരക്കുള്ളതുകൊണ്ടല്ലേ ഞാൻ പോയത്, സാരില്ല, നിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലെ പ്രശ്നമൊക്കെ സോൾവ് ആക്കി കയറി പോകുന്നുണ്ട്. ഇതൊന്നും ചന്ദ്രയ്ക്ക് എത്ര പിടിക്കുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും രണ്ടിനെ പിരിക്കാൻ വേണ്ടി തന്നെയാണ് ചന്ദ്ര നോക്കിയത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുക. ഒരു ഹോളിൽ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കുറേ പേരെ വിളിച്ച് നല്ലൊരു ഫംഗ്ഷൻ തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിന് അന്ന് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ പെട്ടെന്ന് ജോലി തീർത്തിട്ട് വേണം ഫംഗ്ഷൻ ആകുമ്പോഴേക്കും തിരിച്ചു പോരാൻ. അപ്പം ഓഫീസിൽ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട് കേട്ടോ, ഹോട്ടലിൻ്റെ ഓണർ പ്രിയ പറയാണ്, പ്രിയയ്ക്ക് ശ്രീകാന്തിൽ ഒരു കണ്ണൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ പ്രിയയോട്. പ്രിയ കാണിക്കുന്നതും പറയുന്നതൊന്നും വർഷയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ശ്രീകാന്തിനെ ഒരു കണ്ണുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലാകുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയ പറയാണ്, ഓ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന്, അതുകൊണ്ട് തന്നെ നേരത്തെ പോയിക്കോ ശ്രീകാന്തെ, പണിയൊക്കെ ഒതുക്കിയിട്ട് ചെല്ല്, ഫംഗ്ഷനൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതേ ഫംഗ്ഷനൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് ചെല്ല്, വേറെ ഒന്നും വേണ്ടാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പോകാനായിട്ട് തുടങ്ങും. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രിയ ഇങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോഴേക്കും ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചവിട്ടി പ്രിയ അങ്ങോട്ട് തെന്നി അലച്ച് വീഴുകയാണ്. ഇത് കാണുമ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് ഓടിച്ചെല്ലുക, അയ്യോ എന്നും പറഞ്ഞ് പ്രിയ എന്നും പറഞ്ഞ് താങ്ങി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഴുന്ന പ്രിയ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് ശ്രീകാന്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് വീണ് കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ആര് വരുന്നത്, നമ്മുടെ വർഷ വരുന്നത്. വർഷയാണെങ്കിൽ ഡബ്ബിംഗ് ഒക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ശ്രീകാന്തുമായിട്ട് കൂട്ടി ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. വരുന്ന വഴിക്ക് കാണുന്നത് എന്താ, ശ്രീകാന്ത് പ്രിയയെ താങ്ങി പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സീനാണ്. വർഷയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. വർഷ ചോദിക്കുക, എന്താ ശ്രീകാന്ത് ഇത്, നിനക്ക് ഭയങ്കര ജോലി എവിടെയെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിൻ്റെ ജോലി, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വർഷ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ പ്രിയ വീഴാൻ പോയപ്പോൾ ഞാൻ പിടിച്ചതാ, അത് അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാം. മനസ്സിലായി, നിനക്ക് ഇതാ വലിയ കാര്യമല്ലേ, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പോലും നിനക്ക് ജോലിയുണ്ട്, തിരക്കാണെന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയായിരുന്നു നിൻ്റെ തിരക്ക്. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, ഇപ്പോഴല്ല കുറച്ച് മുമ്പേ തൊട്ടേ എനിക്ക് മനസ്സിലായതാ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി, ഇനി എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറയാം. അപ്പോൾ ഒന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വർഷം നീ ദിവസം ഇങ്ങനെ പിണങ്ങരുതേ, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, എല്ലാവരും ഇപ്പം വന്നിട്ടുണ്ടാവും, അപ്പോൾ നീ ഇങ്ങനെ പിണങ്ങി പിരിഞ്ഞ് പോയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. എനിക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ട, എനിക്ക് നീയുമായിട്ട് ഇനി ബന്ധം തുടർന്ന് പോകാനൊന്നും ഒരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോയി ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാം. ശ്രീകാന്ത് ആണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ച് മൊത്തത്തിൽ കോളമായല്ലോ എന്ന് ഓർത്ത് വീട്ടിൽ തിരിച്ചെത്തുക. വീട്ടിലെത്തുന്ന സമയത്താണെങ്കിൽ എല്ലാവരും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ നല്ല പുതിയൊരു സാരിയൊക്കെ ഉടുത്തിട്ട് ഒരുങ്ങി ഇറങ്ങി വരിക. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമ്മൾ സച്ചി പറയുക, നല്ല രസമുണ്ടല്ലോ രേവതി നിന്നെ കാണാൻ, നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയുക. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുക, എന്താ ഇപ്പം നിങ്ങൾ ഈ സാരിയിൽ ഞാൻ ഇത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, എൻ്റെ മനസ്സിലൊന്നുമില്ലേ, അല്ല എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് ഇനി വല്ല വെള്ളമടിക്കാനുള്ള പണിയാണെങ്കിലേ അതങ്ങ് നിർത്തി വെച്ചേക്കണം കേട്ടോ, ആ പരിപാടി വേണ്ടെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, എൻ്റെ പൊന്നെ നീ നല്ല സുന്ദരിയാണെന്നൊന്നും പറയാനും മേലാത്ത അവസ്ഥയായല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പറയും ഞാൻ പുകഴ്ത്തി പറയുന്നത് എന്തോ കാര്യം സാധിക്കാനാണെന്ന്, ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ രവി അവിടെ നിൽക്കുക. അപ്പോൾ രവിയോട് സച്ചി ചോദിക്കുക, അച്ഛാ അമ്മ എന്തി അച്ഛാന്ന് ചോദിക്കുക. നിൻ്റെ അമ്മയെ പുട്ടി അടിക്കാൻ പോയിരിക്കുക, 1 കിലോ പെയിൻ്റ് അടിച്ചിട്ടേ അവൾ വരുവുള്ളൂ എന്ന് പറയുക. പെയിൻ്റ് അടിക്കാനോ, എന്താ വീടിന് പെയിൻ്റ് അടിക്കാനോ, നമ്മുടെ വീട് ഇനി പെയിൻ്റ് അടിക്കാൻ പോവാ എന്ന് സച്ചി ചോദിക്കുക. അപ്പം പറയാം, പെയിൻ്റ് അടിക്കാനല്ല, വീടിനല്ല, അവളുടെ മുഖത്ത്, നിൻ്റെ ഏടത്തി ഉണ്ടല്ലോ ആ ശ്രുതി, അവളാണ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. ആ മുറിയിലുണ്ട് 2 2 മണിക്കൂറായി അങ്ങോട്ട് പോയിട്ട് ചന്ദ്ര, മുഖത്തൊക്കെ എന്തൊക്കെയാണ് കാണിച്ച് വെച്ചിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയാണല്ലോ, കുറേ പെയിൻറ്റും പുട്ടിയൊക്കെ അടിച്ചിറങ്ങിയാലല്ലേ അവർക്ക് സമാധാനമാവുള്ളൂ. എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഫംഗ്ഷനോ പോകണമെങ്കിൽ ഒരു 2 മണിക്കൂർ ഇരുന്ന് കണ്ണാടിക്ക് മുമ്പിലിരുന്ന് പുട്ടിയടിക്കും. അത് കഴിഞ്ഞ് നല്ല എന്തോ കാര്യം സാധിച്ചു എന്നുള്ള ഭാവത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും. നിപ്പും ഭാവമൊക്കെ കണ്ടാവുണ്ടല്ലോ എന്തോ വലിയ കാര്യം സാധിച്ചിട്ട് വരികയെന്നാ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. ഇനിയിപ്പോൾ ചന്ദ്ര വരുമ്പം കാണാം അവളുടെ കോലം എന്നൊക്കെ ഇങ്ങനെ രവിയും പറയുക കേട്ടോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒരുക്കി ഇരുത്തിയിരിക്കുക നമ്മുടെ ചന്ദ്രയെ, നിറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇങ്ങനെ വച്ചിരിക്കുക. ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോഴേക്കും ശ്രുതി വന്നേച്ച് പറയണേ, അയ്യോ അമ്മ ഇത് എന്ത് കോലാ അമ്മേ, അമ്മയെ കണ്ട അമ്മയാന്ന് പോലെ തോന്നുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, എടാ പോടാ നീ. ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. ചന്ദ്ര ഭൂലോക സുന്ദരിയാന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇരിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ പോട്ടൻ ശ്രുതി വന്നേച്ച് പറയുന്നത് ഒന്നിനും കൊള്ളില്ലാന്ന്. ശ്രുതി ഓട്ടിക്കുകയാണ് ചന്ദ്ര. എന്നിട്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ, എന്നെ കണ്ടാൽ ഞാൻ തന്നെ അറിയില്ലല്ലോ എന്ന്. എന്നിട്ട് പറയാം, മോളെ ശ്രുതി ഇപ്പം എന്നെ കാണാൻ നല്ല ലുക്കില്ലേ, എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ, ഇപ്പം എന്നെ കണ്ടിട്ട് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു ഫിലിം സ്റ്റാറിൻ്റെ, ഒരു സിനിമാ നടിയുടെ ഷേപ്പൊക്കെ ഇല്ലേടി മോളെ എനിക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് പൊക്കി അടിച്ചു കൊടുക്കുക. പിന്നെ അമ്മയെ കണ്ട ഇപ്പോൾ സൂപ്പർ സ്റ്റാറിനെ പോലെ ഉണ്ട്, എന്ത് രസമാണെന്നറിയാവോ, അമ്മ ഒരുങ്ങിയപ്പോൾ അമ്മ അങ്ങനെയും പറയുകയല്ല, എന്ത് ഭംഗിയാ, ഈ ശ്രുതിക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ നമ്മുടെ ശ്രുതിയും പറയാം. അങ്ങനെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാവരും ഒരുങ്ങി ഇറങ്ങുകയാണ്. എന്നിട്ട് പറയാണ്, നമുക്ക് ഹോളിലേക്ക് പോകാം, ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ അവർ ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് എല്ലാവരും കൂടെ പോവാണ്. അതേസമയം അവിടെ ഹോളിൽ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷ മാത്രം വന്നിട്ടില്ല, നമ്മുടെ ശ്രീകാന്ത് വന്നിട്ടുണ്ട്. ശ്രീകാന്തിനോടൊപ്പം രവി ചോദിക്കുന്നുണ്ട്, മോനെ എവിടെയാണ്, വർഷ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് അവൾ ഈ വന്നിട്ടില്ല, അവൾക്ക് കുറച്ച് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രൻ പറയാം, അവൾക്ക് ഇപ്പോഴാണോ വർക്ക്, ഓൾഡ് ആൾക്കാരൊക്കെ വന്നു, ഇനി ഇപ്പം അവൾക്ക് എന്ത് വർക്കാ, നീ ഒന്ന് പറയണം അവളോട് ഇതൊക്കെ, ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന്. അപ്പം ശ്രീകാന്ത് പറയാം, അവൾ വരും, അമ്മയൊന്ന് ക്ഷമിക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ആകെ നമ്മുടെ സച്ചിക്ക് രേവതിക്ക് മനസ്സിലാകാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന്. അപ്പോൾ രേവതി സച്ചിയോട് പറയുക, സച്ചിയേട്ടാ ഇത് വേറെന്തോ പ്രശ്നമാണ്, ഇനി വല്ല വഴക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ. കാരണം ശ്രീകാന്തിൻ്റെ മുഖം കണ്ടോ എന്തോ ഒരു വിഷമമുണ്ട്. ശരിക്കും അവൻ പറയുന്ന പോലെ വർഷയ്ക്ക് വർക്കുണ്ടായിട്ടൊന്നുമല്ല, ഇവർ തമ്മിൽ പിണങ്ങിയെന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. എന്നിട്ട് അവർ ചെന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, അതെ എന്ത് പറ്റി, വർഷയ്ക്ക് എന്ത് പറ്റി, സത്യം പറ ശ്രീകാന്ത്, വർഷ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയാം, അവൾ എന്നോട് ഇങ്ങനെ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഈ സംഭവം പറയുകയാണേ. അതുകൊണ്ട് തന്നെ അവൾ പോയി, അവൾ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കാണും, ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരിക്കും, അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയായിരിക്കും എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇത്ര ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പം വർഷ വന്നില്ലെങ്കിൽ എന്തൊരു നാണക്കേടാ, വർഷയുടെ അച്ഛനും അമ്മയൊക്കെ ദേ വരുന്നുണ്ട്, അവർ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വർഷയെ അന്വേഷിക്കാൻ തുടങ്ങും, അപ്പോൾ അവൾ വന്നില്ല മോശമാവുമല്ലേ, ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഞാനും രേവതിയും പോയി വർഷയെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങി പോവാം. അതേസമയം വർഷയുടെ അമ്മയച്ഛനും വരുമ്പം ശ്രീകാന്ത് അങ്ങ് അവരെ മൈൻഡ് ചെയ്യാതെ നടക്കുകയാണെ, കണ്ടില്ല എന്നുള്ളൊരു ഭാവത്തിലൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവർ കാണുന്നുണ്ട്, ഇതെന്താ ശ്രീകാന്ത് ഒന്നും മൈൻഡ് ചെയ്യാത്ത, വർഷയാണെങ്കിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചെന്ന് ചന്ദ്രയോട് ചോദിക്കുക, ചന്ദ്രേ എന്ത് പറ്റി, ശ്രീകാന്ത് കാണുന്നേരം നോക്കുന്നേ ഇല്ല, വർഷ എവിടെ, വർഷയും കാണുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, വർഷയ്ക്ക് എവിടെയോ ഡബ്ബിങ് ഉണ്ടെന്ന്, അതോടെ കഴിഞ്ഞിട്ടേ അവൾ വരുവുള്ളൂ, അതാ ശ്രീകാന്ത് ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറയാം. അതവൻ നിങ്ങളെ കാണാത്ത കൊണ്ടായിരിക്കും, വാ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ചന്ദ്ര കൊണ്ടുപോയി ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുക. ശ്രീകാന്ത് ദേ കണ്ടില്ല വർഷയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്ന് നിൽക്കുന്നേ, നീ എന്താ അവരോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കുക. ആ നിങ്ങൾ വന്നായിരുന്നോ, ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് ശ്രീകാന്ത് പറയണേ. അപ്പോൾ ഉടനെ തന്നെ മഹിമ ചോദിക്കുക, വർഷയുടെ അമ്മ ചോദിക്കുക, എന്തിയെ വർഷ എവിടെയാണ് ശ്രീകാന്ത് എന്ന് ചോദിക്കുക. അവൾ ഡബ്ബിങ്ങിനായിട്ട് പോയിരിക്കുക, ആ വർക്കൂടെ കഴിഞ്ഞിട്ടേ അവൾ വരുവുള്ളൂ എന്ന് പറയുക. അപ്പോൾ വർഷയുടെ അമ്മ പറയാം, എൻ്റെ പൊന്ന് ശ്രീകാന്ത് ചില കാര്യങ്ങളൊക്കെ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അവൾ എന്തിനാ ഇങ്ങനെ ഓടി അലച്ച് നടന്ന് ഡബ്ബ് ചെയ്യുന്നത്, ഈ ജോലി നിർത്താൻ അവളോട് പറയണം, ഇതുപോലെ ടെൻഷനും സമാധാനക്കേടും ഒക്കെ ഉള്ള ഈ ജോലിക്ക് ഇങ്ങനെ ഓടി നടക്കണ്ടെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ശ്രീകാന്ത് എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ ശരി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാവേ എന്ന് പറയാം. ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനാണ്, വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെങ്കിൽ എല്ലാവരും വരികയും ചെയ്തു, എന്നിട്ടാണെങ്കിൽ ഒരു പരിപാടിക്കും വർഷം ഇതുവരെ എത്തിയിട്ടുമില്ല, എന്താ ഏതാന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ. അതേസമയം നമ്മുടെ മീര വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് മീര വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എവിടെ നിൻ്റെ അനിയത്തി വർഷ, അവളെ കാണുന്നില്ലല്ലോ എന്ന് പറയാം. ആ അവൾക്ക് ഡബ്ബിങ്ങോ മറ്റോ ഉണ്ട്, അവളെവിടെയോ ആണ്, ഇപ്പോൾ വരുമായിരിക്കും ആൾ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, സച്ചിയോടും രേവതിയോടും ദേ നീ ഒന്നും പറയാൻ പോയേക്കരുത്, എന്നെക്കുറിച്ച് ഒരു കാര്യങ്ങളും അവർ ചോദിച്ചാൽ നീ പറഞ്ഞേക്കരുതെന്ന് പറയാം മീരയോട്. മീര പറയുന്നുണ്ട്, പറയുന്നൊന്നുമില്ല, അല്ല സച്ചിയെ രേവതി എവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കേ, എവിടെയെങ്കിലും കാണും രണ്ടും, നിനക്കെന്താ അവരെ കാണാതെ ഇരിക്കാമല്ലേ, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറന്നു പോകരുത് എന്ന് ശ്രുതി മീരയ്ക്കും താക്കീത് കൊടുക്കുക. അങ്ങനെ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പം ഇതുവരെ വന്നിട്ടില്ല വർഷ. അപ്പോൾ ഉടനെ ചന്ദ്ര വന്നിട്ട് പറയാം, എടാ ഇതുവരെ നിൻ്റെ ഭാര്യ വർഷ വന്നിട്ടില്ല, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി തന്നെയല്ലേ, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സമയം പോകുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക.
അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയാം, അമ്മ അവളിപ്പം വരും അമ്മേ, അമ്മയൊന്ന് ക്ഷമിക്കേ, അവളിപ്പോൾ വരും അമ്മ, ഒരു കാര്യം ചെയ്യേ, ദേ ഇപ്പം അവിടെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ ഡാൻസും അമ്മയുടെ ഡാൻസും നിങ്ങളുടെ എല്ലാവരുടെയും ഡാൻസും പരിപാടിയൊക്കെ കഴിയട്ടെ, അപ്പോഴേക്കും വരും, എന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാം, ആ ശരി ശരി എന്ന് പറയാം. അങ്ങനെ കുറേ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു, അവരുടെയൊക്കെ ഡാൻസും ഒക്കെ നടത്തുന്നുണ്ട്. ചന്ദ്രയുടെ ഡാൻസ്, ചന്ദ്രയാണെങ്കിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, സിനിമാറ്റിക് ഡാൻസ്. അതുപോലെ ഭാമയുടെ ഡാൻസ്, പിന്നെ മഹിമയുടെ ഡാൻസ് കേട്ടോ, വർഷയുടെ അമ്മ മഹിമയും ഡാൻസ് കളിക്കുക. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തുള്ളുവാണ്. ചന്ദ്രയുടെ ഡാൻസ് കാണുമ്പോഴേക്കും മഹിമയുടെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, വർഷയുടെ അച്ഛന്. അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇതെന്താ ഈ തള്ളയ്ക്ക് വയസ്സാം കാലത്ത് ഒരു പണിയില്ല, അവരുടെ ചാട്ടവും തുള്ളലും ഒക്കെ കണ്ടില്ലേ എന്ന് പറയാം. എന്നിട്ട് ചെന്നിട്ട് രവിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യ ഒരാട്ടക്കാരിയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയാം, ആട്ടക്കാരിയൊന്നുമല്ല, അവളൊരു ഭരതനാട്യം ഡാൻസറാണ്, അവളൊരു ക്ലാസിക്കൽ ഡാൻസറാണ്, അത് പറഞ്ഞാൽ മതി എന്ന് പറയാം. അല്ല, ഡാൻസ് കണ്ടോട് ഞാൻ പറഞ്ഞ ഈ പ്രായത്തിലും ഈ കോപ്രായമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ അയാൾ പറയാം. അതേസമയം മഹിമയും കിടന്ന് ഇവരുടെ കൂടെ ഡാൻസ് കളിക്കുക. മഹിമ ഡാൻസ് കളിച്ചിട്ട് കഴിയുമ്പം വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണേ, എൻ്റെ മഹിമ, നിനക്ക് ഒരു പണിയില്ലേ, നിനക്ക് നാണയില്ലേ ഈ മുതുകൂത്ത് കളിക്കാനായിട്ട്, ഇവരുടെ എല്ലാം കൂടെ കയറി നിന്ന് കളിക്കാൻ നിനക്ക് നാണയില്ലേ, നമുക്കൊരു സ്റ്റാൻഡേർഡൊക്കെ ഉള്ളതല്ലേ, ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നുമോ എനിക്കിതൊക്കെ കണ്ടിട്ട്, അതിൻ്റെ കൂടെ നിൻ്റെ ഡാൻസും കൂടെ. അപ്പോൾ മഹിമ പറയും, എൻ്റെ പൊന്നു ചേട്ടാ, ഞാനത് ഒരുപാട് നാളായി ഒരു ഡാൻസൊക്കെ കളിച്ചിട്ട്, ഇപ്പോഴേ ഇവർ വിളിച്ചപ്പം ആ ഒരു സന്തോഷത്തിൽ കയറിപ്പോയി ഒന്ന് കളിച്ചെന്നേ ഉള്ളൂ, കളിച്ചെങ്കിൽ നിർത്ത്, ഇനി ഇവരുടെ കൂടെ ഒന്നും കൂത്താടാൻ നിൽക്കണ്ട, എന്നാലും വർഷം ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുക. അപ്പം മഹിമയും പറയും, ശരിയാ, അവിടെ ഇതെവിടെ പോയി കിടക്കുക, അവൾക്കല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്, അവൾക്ക് ഇതുവരെ വരാറായില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. അതേസമയം നമ്മുടെ ശ്രീകാന്തിനാകെ ടെൻഷനായിട്ട് ശ്രീകാന്ത് സച്ചിയെ വിളിക്കുക, സച്ചിയേട്ടാ അവളെക്കുറിച്ച് എവിടെയെങ്കിലും വിവരം കിട്ടിയോ, വർഷം എവിടെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നോക്കി നടക്കുക, ഞാൻ അവൾ പോയി സ്റ്റുഡിയോയിലേക്ക് പോവാന്ന് പറയുക. അങ്ങനെ സച്ചി രേവതിയും കൂടെ ആ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുക. സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ട്, വർഷം ഇന്ന് ഇങ്ങോട്ട് വന്നോ എന്ന്. അപ്പോൾ അവർ പറയാം, ഇല്ല, വർഷം ഇന്ന് വന്നില്ലല്ലോ, വർഷം ലീവായിരുന്നു, ഇങ്ങോട്ടൊന്നും വന്നില്ല, അവൾ വേറൊരു സ്റ്റുഡിയോയിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവും എന്ന് പറയാം. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ആ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ അവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, വർഷം ഇവിടെ വന്നിരുന്നോ എന്ന്. അപ്പോൾ അവർ പറയും, വന്നിരുന്നു, കുറച്ച് ഒരു അരമണിക്കൂറത്തെ ഒരു വർക്കുണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് എപ്പോഴേ വർഷം ഇവിടുന്ന് പോയി. പോയോ, എങ്ങോട്ടാ പോയെന്ന് അറിയുമോ എന്ന് ചോദിക്കുക. അത് രണ്ടാമത് ഇവിടെ വന്നിരുന്നു, അത് കഴിഞ്ഞ് ഏതോ ഒരു അഡ്വക്കേറ്റിനെ കാണണമെന്ന് പറഞ്ഞാൽ പോയത്, ഏതോ ഒരു ലോയറിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും കാണും, അത് ഏത് ലോയറാണെന്ന് അറിയാവൂ എന്ന് ചോദിക്കുക. അന്നേരം ആ ലോയറിൻ്റെ പേര് പറയാം, ആ അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞത്, എന്ത് കാര്യത്തിനാണ് അവൾ അങ്ങോട്ട് പോയി എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ അവർ പറയുക, അതെ, എന്ത് കാര്യത്തിനാണെന്നൊന്നും അറിയില്ല, അവളുടെ ഫ്രണ്ടിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്തോ ഫാമിലി കോർട്ടിലെ പ്രോബ്ലം അത് അവളുടെ ഫ്രണ്ടിനുണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റിനെ കാണുന്നതെന്നാണ് അവളിവിടെ പറഞ്ഞത് എന്ന് പറയാം. എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാം. സച്ചി രേവതിയും കൂടെ അങ്ങോട്ട് ചെല്ലുക. സച്ചി രേവതി ആ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ വർഷ ഇരിപ്പുണ്ട് കേട്ടോ. വർഷയാണെങ്കിൽ ശ്രീകാന്തുമായിട്ടുള്ള ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുകയാണ്. അങ്ങനെ ചെന്നിരിക്കുമെന്ന് കാണുമ്പോഴേക്കും അങ്ങോട്ട് സച്ചിൻ രേവതിയും ചെന്നിട്ട് ചോദിക്കുക, എന്താ ഇത്, എന്തിനാ വർഷം നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നേ, വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അവിടെ നടക്കുന്നതൊന്നും നീ കണ്ടില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ വർഷം പറയാം, കണ്ടു അറിഞ്ഞു എല്ലാം എനിക്കറിയാം, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുമില്ല എന്ന് പറയുക. അപ്പോൾ സച്ചി ചോദിക്കുക, അതെ, ഞാനൊരു അടിയങ്ങ് വെച്ച് തരും കേട്ടോ, നീ എന്താ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ കാര്യം, നീ പറഞ്ഞിട്ടല്ലേ ഇത് വെച്ചത്, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയല്ലേ, നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താനാണോ നീ ഇരിക്കുന്നേ. അപ്പോൾ വർഷ പറയാ, അതെ, നാണം കെട്ടോട്ടെ, ഞാൻ ഇനി ശ്രീകാന്തുമായിട്ട് ഒരു ജീവിതമൊന്നും ആഗ്രഹിക്കുന്നില്ല, അവൻ്റെ പോക്ക് അത്ര ശരിയല്ല, എനിക്കിത് നേരത്തെ തോന്നിയതാ. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ മോളെ പറയുന്നത്, എന്താ ശ്രീകാന്ത് എന്താ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, അവൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറില്ലേ, ആ പ്രിയ, അവളുമായിട്ട് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ട് ശ്രീകാന്തിന്. അപ്പോൾ സച്ചി പറയും, അതേ, വെറുതെ പറയരുത് കേട്ടോ, ശ്രീകാന്ത് അങ്ങനെ ഒരു പയ്യനേ അല്ല, നിന്നെ മാത്രമേ ശ്രീകാന്ത് സ്നേഹിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ളപ്പം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് വർഷം എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ ഇന്നെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അല്ലെങ്കിലും ശ്രീകാന്തിന് എപ്പോഴും അവളെ കാണണം, ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി അവധി എടുക്കാൻ അവന് പറ്റില്ല, അന്ന് എനിക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവനൊരു അവധി എടുക്കാൻ പറ്റിയില്ല, പ്രിയ പറയുന്ന ജോലികളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. ഇപ്പോഴാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ട അവൻ പ്രിയ ഈ കൈകളിൽ തൂക്കിയെടുത്തോണ്ട് നിൽക്കുന്നത്, സമയമില്ല, ഇന്ന് അത്യാവശ്യമാണ് എന്നും പറഞ്ഞ് ജോലിക്ക് പോയവനല്ലേ, അവന് വെഡ്ഡിങ് ആനിവേഴ്സറി വേണമെന്നുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, ഇല്ലല്ലോ, അപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാനതിന് വക്കീലിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാം.
അപ്പോൾ സച്ചി പറയും, എൻ്റെ പൊന്നു വർഷേ നീ തെറ്റിദ്ധരിച്ചതാ. ശ്രീകാന്താണ് നിന്നെ കാണാതെ അവിടെ വിഷമിച്ച് കരഞ്ഞിരിക്കുക. നിനക്കറിയോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്? ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നിന്റെ വീട്ടുകാരും മറ്റുള്ളവരും അയൽവക്കക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരൊക്കെ നിന്നെ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക. എൻ്റെ പൊന്നു വർഷേ നീ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെങ്കിലും ഒന്ന് വന്ന് കേക്ക് മുറിക്ക്. മറ്റുള്ളവരെല്ലാം എന്ത് വിഷമിക്കുമെന്നറിയോ? വർഷ പറയാം, ഞാനങ്ങ് വരില്ല. അപ്പോൾ രേവതി പറയാം, എൻ്റെ പൊന്നു വർഷേ ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നീ ഒന്നുകൂടെ ആലോചിക്കുക. നീ ശ്രീകാന്തുമായിട്ടൊക്കെ സംസാരിക്കുക. അതിനുശേഷം വക്കീലിനെ കാണുമോ, ഡിവോഴ്സ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ ഒക്കെ ചെയ്തോ. പക്ഷേ നീ ഇപ്പം വന്ന് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കണം. കാരണം നിങ്ങൾ വിളിച്ചു വരുത്തിയ ആളുകളാണ് അവിടെയുള്ളത്. അതിനുശേഷം നീയും ശ്രീകാന്തും കൂടെ സംസാരിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. അതേ ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളൂ. നീ ഇപ്പം ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയാണ്. അങ്ങനെ വർഷ സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർഷയും കൂട്ടിക്കൊണ്ട് സച്ചിയും രേവതിയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിവാഹ വാർഷിക ഫംഗ്ഷൻ നടക്കുന്നിടത്ത് വർഷ എത്തുകയാണ്. മനസ്സില്ല മനസ്സോടെയാണ് കേട്ടോ എത്തുന്നത്. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്